ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനിപ്പോൾ നെതർലൻഡ്സിലാണ്. നെതർലൻഡ്സിൻ്റെ പഴയ പേര് ആംസ്റ്റർഡാം എന്നാണ്. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഇവിടെ ആംസ്റ്റർഡാമിൽ വന്നു. ഇവിടെ താമസിച്ചു. ഈ റെസിഡൻഷ്യൽ ഏരിയക്കകത്താണ് ഒരു ഹോട്ടലുള്ളത്. ആ ഹോട്ടൽ ഇതാണ്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. നല്ല ആൾക്കാർ കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുത്തു. ഏകദേശം 50,000 പേര് ഈ ചുറ്റളവിൽ താമസിക്കുന്നുണ്ട്. അപ്പം രാത്രിയിൽ 8 മണിക്ക് വന്നിട്ട് ഇവിടുത്തെ ഓരോ സ്ട്രീറ്റുകളും പോയി പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ ഒരുക്കി. ഓരോ സ്ട്രീറ്റും കടന്നുപോയി പ്രാർത്ഥിച്ച് രാത്രി ഏകദേശം 12-12:30 ആയപ്പോൾ ഞാൻ തിരിച്ചു വന്നു. ഇവിടെ നിന്നൊരു സൈക്കിള് ഇതുപോലെ നമുക്ക് റെൻറ്റിന് എടുക്കാൻ പറ്റും. സൈക്കിൾ ഇതുപോലെ റെൻറ്റിന് നമുക്ക് ഒരു കാർഡുണ്ട്. ആ കാർഡ് വെച്ച് അവിടെ നമ്മൾ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം ഇവിടുന്ന് ലോക്ക് എടുത്ത് നമുക്ക് കൊണ്ടുപോകാം. എന്നിട്ട് നമ്മൾ എത്ര ദൂരമാണോ ഓട്ടിക്കുന്നത് അത്രയും ദൂരം ഓട്ടിച്ച് അവിടെ കൊണ്ട് വെച്ചിട്ട് ആ കാർഡ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ചാർജ് ഈടാക്കും. അങ്ങനെ ഏകദേശം എല്ലാ റൗണ്ടും കറങ്ങി പ്രാർത്ഥിച്ചതിന് ശേഷം ഇന്ന് ഇവിടെ നിന്നും ആംസ്റ്റർഡാമിൻ്റെ മറ്റു 2 പ്രദേശങ്ങളിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് അത് പ്രാർത്ഥിച്ചതിന് ശേഷം ഉച്ച കഴിഞ്ഞിട്ട് ലഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് നേരെ വീണ്ടും ബെൽജിയത്തേക്ക് പോകും. ബെൽജിയത്തിൽ ചെന്ന് ബെൽജിയത്തിൻ്റെ റൗണ്ട് സിറ്റികൾ മുഴുവനും പ്രാർത്ഥിച്ച് ഇന്ന് അവിടെ താമസിക്കും. നാളെ ഉച്ച കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നേരെ ജർമ്മനിക്ക് കടന്നു പോകും. എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സുവിശേഷ പ്രവർത്തനം നടത്തുന്ന എല്ലാവർക്കും, എല്ലാ മിഷണറിമാർക്കും നമ്മൾ പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥരാണ്. ഇന്ത്യക്കകത്തും പുറത്തും സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട്, മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട്. അവരെല്ലാവരെയും ഓർത്ത് നാം പ്രാർത്ഥിക്കണം. കാരണം നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ദൈവകൃപ നമുക്ക് തരുന്നവയ്ക്ക് നമ്മൾ അതിനനുസരിച്ച് പ്രാർത്ഥിക്കണം. വീട്ടിലിരിക്കുന്ന എൻ്റെ സഹോദരിമാരോട് പ്രത്യേകിച്ച് പറയുന്നു, നിങ്ങൾക്ക് അതിനുള്ള സമയമുണ്ട്. ഓരോ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല, ദൈവം നമ്മെ ലോക രാജ്യങ്ങൾക്ക് അത്ഭുതമാക്കിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇരമ്യാവിനെയും എസെക്കേലിനെയും യെശയ്യാവിനെയൊക്കെ ദൈവം സൃഷ്ടിച്ചത് അതുപോലെയാണ്. അതുപോലെ തന്നെ അബ്രഹാമിനെ, ഇസഹാക്കിനെ, യാക്കോബിനെ, അങ്ങനെ കാലഘട്ടത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ കാലഘട്ടത്തിലും അനേക അഭിഷിക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണം അവരെ എല്ലാം ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുത്തുന്നതിലേക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. സഹോദരിമാരും പ്രത്യേകിച്ച് ദേശങ്ങളെ ഓർത്ത്. കാരണം ഇവിടുത്തെ ഏറ്റവും ഒരു പ്രതിസന്ധി എന്തെന്ന് വെച്ചാൽ നെതർലൻഡ്സിലെ യുവാക്കൾ ആരും തന്നെ അവർ വിവാഹം കഴിക്കുന്നില്ല, അവർ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിന് ഭയങ്കര തലവേദന ആയിരിക്കുകയാണ്. കാരണം അടുത്തൊരു ജനറേഷൻ ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ കണ്ട കുറച്ച് ചർച്ചുകളുണ്ട്. ആ ചർച്ചുകളെല്ലാം ഫോർ സെയിലെന്നും അതുപോലെ തന്നെ കെയർ ടേക്കറെ വെച്ച് പരിപാലിക്കുകയും ചെയ്യുന്ന സഭകളായി മാറിയിരിക്കുകയാണ്. പല സഭകളും ബാറുകളായി മാറിയിരിക്കുന്നു. ഇവിടുത്തെ ഒരു യുവാക്കളും ചർച്ചുകളിൽ പോകുന്നില്ല. ദൈവവിശ്വാസം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നാം ഈ രാജ്യങ്ങൾ ഓരോന്നും പൊയ്ക്കൊണ്ടിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ. അതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സഹോദരങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകൾ എനിക്ക് ലഭിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. നെതർലാൻഡിൽ നിന്ന് പാസ്റ്റർ അനിൽ ബെനീസ്. God bless you.